നമസ്കാരം. സംസ്ഥാനത്ത് പാവപ്പെട്ടവരുടെ ക്ഷേമ പെൻഷൻ മുടങ്ങാതിരിക്കാൻ അർഹരായവർ അക്ഷയ കേന്ദ്രങ്ങൾക്ക് മുന്നിൽ മണിക്കൂറുകളോളം ക്യൂ നിൽക്കുമ്പോൾ നിയമസഭാ സെക്രട്ടേറിയറ്റിൽ മുൻ MLA-മാർക്കും അവരുടെ ആശ്രിതർക്കുമുള്ള പെൻഷൻ വിതരണത്തിൽ വലിയ ക്രമക്കേടുകളുണ്ടെന്നാണ് ആക്ഷേപം. വിവരാവകാശ നിയമപ്രകാരം നിയമസഭാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ലഭിച്ച ഔദ്യോഗിക ഗുണഭോക്തൃ പട്ടിക പരിശോധിച്ചപ്പോഴാണ് മരിച്ചവരുടെ പേരിലും ഒരേ ആൾക്ക് തന്നെ ഇരട്ട പെൻഷനായും നിലവിൽ നിയമസഭാ അംഗങ്ങളായി തുടരുന്നവർക്ക് വരെ പെൻഷൻ നൽകുന്നതായിട്ടുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. ലക്ഷങ്ങൾ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും പറ്റുന്നവരുടെ കാര്യത്തിൽ നിയമസഭാ സെക്രട്ടേറിയറ്റ് കാട്ടുന്ന ഈ ഗുരുതരമായ അനാസ്ഥയിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന ആവശ്യം ഇതിനകം ശക്തമായിട്ടുണ്ട്. ഔദ്യോഗിക വിവരങ്ങൾ അനുസരിച്ച് നിലവിൽ 225 മുൻ MLA-മാർക്ക് പെൻഷനും മരണപ്പെട്ട 230 മുൻ അംഗങ്ങളുടെ കുടുംബങ്ങൾക്ക് കുടുംബ പെൻഷനും നൽകി വരുന്നുണ്ട്. എന്നാൽ ഈ ലിസ്റ്റിൽ കടന്നുകൂടിയ വിചിത്രവും ഞെട്ടിക്കുന്നതുമായ ക്രമക്കേടുകൾ ഈ പറയുന്നവയാണ്. 2021 മെയ് 11 അന്തരിച്ച പ്രമുഖ നേതാവ് KR ഗൗരിയമ്മ അന്തരിച്ച മുൻ MLA TV തോമസിന്റെ ഭാര്യ എന്ന നിലയിൽ ഇപ്പോഴും കുടുംബ പെൻഷൻ ലിസ്റ്റിൽ തുടരുന്നുണ്ട്. 2019 ഡിസംബർ 13 മരണപ്പെട്ട മുൻ ദേവികുളം MLA S സുന്ദരമാണിക്യത്തിന് ഇപ്പോഴും പെൻഷൻ അനുവദിക്കുന്നതായി ലിസ്റ്റിൽ കാണാം. ഇതിലും വിചിത്രമായി ഇതേ വ്യക്തി മരണപ്പെട്ടുവെന്ന് കാണിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ അന്നമാളിന് കുടുംബ പെൻഷനും അനുവദിച്ചിട്ടുണ്ട്. 2023 ഓഗസ്റ്റിൽ അന്തരിച്ച സരോജിനി ബാലാനന്ദനും ഇപ്പോഴും കുടുംബ പെൻഷൻ ലിസ്റ്റിൽ സജീവമായി ഉൾപ്പെട്ടിരിക്കുന്നു. മുൻ MP കൂടിയായ PK ശ്രീമതി PR കൃഷ്ണൻ എന്ന മുൻ MLA-യുടെ ഭാര്യ എന്ന രീതിയിലാണ് കുടുംബ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. എന്നാൽ സഭാരേഖകളിൽ ഇങ്ങനെ ഒരു MLA ഉള്ളതായി വിവരമില്ല. മാത്രമല്ല, ശ്രീമതി ടീച്ചറുടെ ഭർത്താവ് E ദാമോദരൻ നമ്പ്യാർ ഒരിക്കലും നിയമസഭാംഗമായിട്ടിരുന്നിട്ടുമില്ല. മുൻ തിരുവമ്പാടി MLA AV അബ്ദുറഹിമാൻ ഹാജിയുടെ 2 ഭാര്യമാർക്ക് ഒരേ സമയം കുടുംബ പെൻഷൻ അനുവദിച്ചതായും രേഖകളിൽ കാണാം. മുൻ തിരുവല്ല MLA എന്ന നിലയിൽ സ്വന്തം പെൻഷൻ പട്ടികയിലും അന്തരിച്ച മുൻ MLA മാമൻ മത്തായിയുടെ ഭാര്യ എന്ന നിലയിൽ കുടുംബ പെൻഷൻ പട്ടികയിലും എലിസബത്ത് മാമൻ മത്തായി ഒരേ സമയം ഇടം പിടിച്ചിട്ടുണ്ട്. നിയമസഭാ അംഗമായി തുടരുന്നവർക്ക് മുൻ MLA പെൻഷൻ അനുവദിക്കാറില്ലെന്നിരിക്കെ ചേലക്കരയിൽ നിന്നും വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട സിറ്റിംഗ് MLA UR പ്രദീപും മുൻ അംഗങ്ങളുടെ പെൻഷൻ ലിസ്റ്റിലുണ്ട്. നിലവിലെ 16ാം നിയമസഭയിൽ MLA-മാരായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട് തിരിച്ചെത്തിയ തോമസ് ഉണ്ണിയാടൻ, KM ഷാജി, ഷാനിമോൾ ഉസ്മാൻ, N ശക്തൻ എന്നിവരെ ഇനിയും പെൻഷൻ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. ഗുണഭോക്തൃ പട്ടികയിൽ പേജുകൾ മാറി വന്നതും ഒരേ MLA-യുടെ ഭാര്യയായി 2 വ്യത്യസ്ത പേരുകൾ, ഉദാഹരണത്തിന് CA മാത്യുവിൻ്റെ ഭാര്യമാരായി ഏലിയാമ്മ മാത്യു, ഏലിയാമ്മ വർഗീസ് എന്നിങ്ങനെ 5-6 ക്രമ നമ്പറുകളിൽ രേഖപ്പെടുത്തിയതും ക്രമക്കേടാണ്. കൂടാതെ സീരിയൽ നമ്പറുകൾ മങ്ങിയത്, ഉദാഹരണത്തിന് കുടുംബ പെൻഷൻ പട്ടികയിൽ സീരിയൽ നമ്പർ 28 കാണാനില്ല. നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ കൃത്യവിലോപമാണ് ഇത് വ്യക്തമാക്കുന്നത്. പാവപ്പെട്ട തൊഴിലാളികളും വൃദ്ധരും തങ്ങളുടെ തുച്ഛമായ ക്ഷേമ പെൻഷൻ മുടങ്ങാതിരിക്കാൻ സെപ്റ്റംബർ 30-നകം മസ്റ്ററിംഗ് നടത്താൻ നെട്ടോട്ടം ഓടുമ്പോഴാണ് ലക്ഷങ്ങൾ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും പറ്റുന്ന VIP-കളുടെ കാര്യത്തിൽ വകുപ്പ് ഇത്രയും അനാസ്ഥ കാട്ടുന്നത്. മരിച്ചവരുടെ പേരിലുള്ള അക്കൗണ്ടുകളിലേക്ക് പോകുന്ന പെൻഷൻ പണം യഥാർത്ഥത്തിൽ ആരുടെ കൈകളിലേക്കാണ് എത്തുന്നതെന്ന കാര്യത്തിൽ സമഗ്രവും അടിയന്തരവുമായ അന്വേഷണം വേണമെന്ന ആവശ്യം പൊതുസമൂഹത്തിൽ ഇതിനകം ശക്തമായിട്ടുണ്ട്.